ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചാലഞ്ചാണ്. ഞാൻ തന്നെ എനിക്ക് കൊടുക്കുന്ന ഒരു ചാലഞ്ച് പോലെയാണ് ഞാൻ ചെയ്യാൻ എൻ്റെ മൈൻഡിലുള്ളൊരു പ്ലാൻ. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു മെഷ് ബാഗാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കൊടുക്കുന്നത് ഒരു 2 days ആണ്. 48 hours ചെയ്ത് തീർക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു മൈൻഡിലുള്ള ഒരിത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം എത്ര നേരം എടുത്തു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് ഈ ഒരു ബാഗ് തന്നെ വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പാറ്റേൺ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷേ ഇതിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന കളർ വന്നിട്ട് ചെറിയ റെഡ് കളറാണ്. ആദ്യം ഇതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡാണ് കസ്റ്റമർ ഓർഡർ ചെയ്തത്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തപ്പോഴത്തേന് വേറൊരു കളറായിട്ടത് വന്നത്. ലൈക്ക് എക്സാക്റ്റ് റോയൽ ബ്ലൂ കളറല്ല വന്നത് കേട്ടോ, ഒരു മറൈൻ ബ്ലൂ ഷെയ്ഡാണ് വന്നത്. അപ്പം എന്തായാലും അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പം ഞാൻ ഇതാണെങ്കിൽ കസ്റ്റമറിന് പിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഇതേപോലെ ചെറിയ റെഡ് കളറിൽ ചെയ്താൽ മതി. ക്ലോത്തിങ്ങും അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കാണ്ട് ചെയ്യുന്ന ഒരു ബാഗാണിത്. ലൈക്ക് ഒരു മാഗ്നറ്റിക് ബട്ടണോ ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒരു ടോട്ട് പോലെ ഇടുന്ന ഒരു ബാഗാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലവർ ചാം കൂടി ഉണ്ട്, ഒരു ഡെയ്സി ഫ്ലവർ ചാം. അപ്പം ഞാൻ എന്തായാലും അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഈ വീഡിയോയിൽ. നമ്മുടെ ഇന്നത്തെ ചാനലിന് ബാഗ് ഉണ്ടാക്കില്ലേ. അപ്പം അതൊന്ന് നോക്കാം, തീരുമോ ഇല്ലയോ, കുളമാവോ ഒന്ന് നോക്കാം. ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ പോയി ഹുക്ക് എടുത്തിട്ട് വരാം. ഫസ്റ്റ് തന്നെ വന്നിട്ട് നമ്മൾ ബേസ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പം ഞാനിത് ഓൾറെഡി യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് നേരത്തെ ഞാൻ ഇതിനെ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് തീർന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് തന്നെ വെച്ച് തുടങ്ങാൻ. എന്തായാലും വേറെ ഒരു യാൺ കൊണ്ട് തീരത്തില്ല, ഒരു ബാഗ് എന്തായാലും തീരത്തില്ല. അപ്പം ഇത് തന്നെ എടുക്കാം, പുതിയ എടുക്കുന്നതിന് വരെ ഇതെടുക്കാം. സോ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന യാൺ ചെറിയ റെഡും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു 4mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റിച്ച് മാർക്കറും വേണം. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ബേസാണ് തുടങ്ങുന്നത്. ബാഗിൻ്റെ ഒരു ബേസ്, ഈ അടിവശം ഉണ്ടല്ലോ, അതാണ് നമ്മൾ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നാണ് മേലോട്ട് കയറി വരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ബേസ് ഉണ്ടാക്കട്ടെ. അപ്പം ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇടുക. അറിയാമല്ലോ സ്ലിപ്പ് നോട്ട് ഇടുന്നത് എങ്ങനെയാണ്. പലരും പല രീതിയിലാണ് സ്ലിപ്പ് നോട്ട് ഇടുന്നത്. അപ്പം ഞാനിടുന്ന ഇങ്ങനത്തെ ഒരു മോഡലാണ്. ഓക്കെ, നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഈവൻ നമ്പറായിട്ടുള്ള ഒരു ചെയിൻസാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ 36, 46, 42 ആ ഒരു രീതിയിൽ, അല്ലാണ്ട് 45 അങ്ങനൊന്നുമല്ല ഇടുന്നത് കേട്ടോ, എല്ലാം ഈവൻ നമ്പർ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചെയിനാണ്. അപ്പം ഈ ചെയിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാഗിൻ്റെ വലിപ്പം നോക്കുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് എനിക്ക് എക്സാക്റ്റ് എത്ര ചെയിൻ ഇട്ട് തരണം എന്ന് പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ ഇട്ട് നോക്കിയാൽ മാത്രമേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഏകദേശം ഒരു 40 ഒക്കെ ഇട്ട് നോക്കട്ടെ. കൗണ്ട് തെറ്റിപ്പോയി, ഒന്നുകൂടെ അഴിച്ചിട്ട് ഒന്നുകൂടെ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. $45, $46. അപ്പം ഞാൻ 46 വരെ ഇട്ടു. ഞാൻ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ബേസ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഈ ചെയിൻ്റെ അളവുണ്ടല്ലോ കുറച്ചും കൂടെ ചെറുതാവാൻ ചാൻസ് ഉണ്ട്. അടുത്ത ഒരു സിംഗിൾ ക്രോഷറ്റ് ഇട്ട് പോകുമ്പോൾ അടുത്ത റൗണ്ട് കയറുമ്പോഴത്തേന് കുറച്ചുകൂടെ ഇത് ചെറുതാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് 2-3 ചെയിനോട് എക്സ്ട്രാ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെങ്ത് കിട്ടും. ഇത് ഞാനൊന്ന് തറയിൽ വെച്ച് നോക്കട്ടെ. ഞാൻ ടോട്ടൽ ഒരു 46 ഇട്ട് നോക്കിയായിരുന്നു. അതെന്തായാലും ഓക്കെ അല്ല കേട്ടോ. അപ്പം ഞാൻ എക്സ്ട്രാ ഒരു 10 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഇത്രയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ഇത് ചെയ്തിട്ടില്ലല്ലോ, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ബാഗ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പം ബേസ് ഏകദേശം
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കും, ഇങ്ങനെയൊക്കെയാണ് ഞാൻ നോക്കുന്നത്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴായിരിക്കും എൻ്റെ ഒരു അളവ് കിട്ടുന്നത്, അല്ലാണ്ട് നമുക്ക് പറഞ്ഞു തരാനും കാണത്തില്ലല്ലോ. അപ്പം നമ്മൾ ഈ ഒരു അളവിൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്ത് മേലോട്ട് പോവുകയാണ്. അപ്പം ബേസ് ഉണ്ടാക്കുന്നത് ഇനി ഒരു സെക്കൻഡ് ചെയിൻ തൊട്ട് നമ്മൾ ഇനി ഒരു സിംഗിൾ ക്രോഷേ ഇട്ട് പോവുകയാണ്. ഉണ്ടല്ലോ, ഇതേപോലെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഇനി സിംഗിൾ ക്രോഷേ ഇട്ട് പോവുകയാണ്. അങ്ങനെയാണ് നമ്മളിനി ബേസ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പം സെക്കൻഡ് റൗണ്ടായി, തേർഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ട്, അങ്ങനെ ഏകദേശം ഒരു 12-15 റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു റെക്റ്റാങ്കിൾ പോലെ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ അതിലേക്ക് കിടക്കാം. ഇപ്പം തന്നെ 11 മണി. ഞാൻ ഏകദേശം ഇത്രയും തീർത്തതേ ഉള്ളൂ. എനിക്കിപ്പോൾ തന്നെ കോൺഫിഡൻസ് പോയി കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഇത് തീരുമെന്ന സമയത്തിനുള്ളിൽ, അല്ലെ ഉറക്കമൊഴിച്ചിരുന്ന് ചെയ്യേണ്ടി വരും. എന്തായാലും നോക്കാം. എന്നാലും നമുക്ക് ഈ ബേസ് തീർത്തിട്ട് ഇനി ഞാൻ കാണിക്കാം. സോ ഓൾമോസ്റ്റ് ബേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരാം. കംപ്ലീറ്റ് ഫുള്ളായിട്ടില്ല, ഒരു റൗണ്ട് കൂടെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതാണ് ബേസ്. ഓക്കെ, അപ്പം ഇനി ഒറ്റ റൗണ്ടും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ബേസ് തീരും. അപ്പം അതിന് മുന്നേ ഞാൻ വേറൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഗ്രാനി സ്ക്വയർ ഇനിയുണ്ട്. ഇത്രയും ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് ഒരു ബേബി ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു 2 years ഓൾഡ് ബേബിക്ക് വേണ്ടിയിട്ട് ചെയ്യണ ഒരു ഡ്രസ്സാണ്. അപ്പം തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഈ കളേഴ്സ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലൂ, അതെ, എനിക്കൊരു ഡേസി പാറ്റേൺ എന്തായാലും അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് എൻ്റെ മൈൻഡ് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ എൻ്റെ ഇത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസായിട്ട് പോസ്റ്റ് ചെയ്യും, അത് കണക്ക് തന്നെ യൂട്യൂബിൽ ഷോർട്സായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതെന്തായാലും ഉടനെ വരുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ഈ ഒരു ബാഗിൻ്റെ മറ്റേ ബേസ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഓൾമോസ്റ്റ് 1 o'clock ആയിട്ടുണ്ട്. അപ്പം 1 o'clock ആയപ്പം ഇത്രയും എത്തി. നമുക്കിത് കണക്ക് ടേൺ ചെയ്ത് കൊടുത്തിട്ട് വർക്ക് ഫസ്റ്റിൽ നിന്ന് തന്നെ ഇങ്ങനെ തുടങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം ഒരു ഇത്രയും മതിയായിരിക്കും ബേസൊക്കെ. പിന്നെ നമുക്ക് എത്ര വലിപ്പം വേണം എന്ന് നോക്കിയിട്ടാണ് ഓരോ ആൾക്കാർ ഓരോ ബേസ് എത്ര വിഡ്ത്ത് വേണം, എത്ര ലെങ്തൊക്കെ നമ്മളുടെ ബാഗിൻ്റെ ഇതനുസരിച്ചിട്ടാണ് ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നത് എനിക്ക് ഇത്രയും മതി എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത്ര ഒരു സൈസ് എടുത്തത്. ഞാൻ ഏകദേശം സൈസാണ്, ഞാൻ റൗണ്ട് പോലും എണ്ണിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റൗണ്ടൊന്നും ചിലപ്പോൾ എണ്ണത്തില്ല. ഞാൻ ഇങ്ങനെ നോക്കുന്നത് ഇത്രയും മതി എന്ന് പറയുമ്പോൾ നിർത്തി അടുത്ത റൗണ്ടിലേക്ക് കിടക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. സോ അതേപോലെ തന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രാപ്പിൻ്റെ കാര്യം. ഇതേപോലെ സ്ട്രാപ്പിന് ഒരു റൗണ്ടഡ് ഇതല്ല വേണ്ടുന്നത്, ലൈക്ക് ഒരു വിഡ്ത്തുള്ള രീതിയിലുള്ള സ്ട്രാപ്പാണ് വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പം നമ്മൾ ആ ഒരു മോഡലിൽ വേണം സ്ട്രാപ്പും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇത് ഫുൾ കോർണർ ചെയ്യാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിട്ട് ഇതേപോലെ ഫുൾ കോർണർ ചെയ്യും. കോർണർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മേലോട്ട് കയറി പോകുന്നത്. മേലോട്ട് പോകുമ്പോഴത്തേന് ഒരു പാറ്റേൺ ആയിരിക്കും. പിന്നെ അതങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി. പറയാൻ ഭയങ്കര ഈസി ആയിരിക്കും, ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും, നല്ല ടൈം എടുക്കും, നല്ല ക്ഷമ വേണം, എല്ലാം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് ഇത്ര നേരത്തിനുള്ളിൽ ചെയ്യണം എന്ന് ആലോചിക്കുമ്പോഴാണ് അടുത്തൊരു ടാസ്ക്. സോ നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ചും തീർന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ റൗണ്ട് എണ്ണിയിട്ടില്ല, ഏകദേശം ഈ ഒരു സൈസ് ആണ് ഞാൻ ബേസ് ഉണ്ടാക്കിയത്.
സോ ഓൾമോസ്റ്റ് ഇത്ര എത്തിയിട്ടുണ്ട് ബാഗ്. ഇപ്പം ബേസ് ഇതാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷനും ഇത് ബാക്ക് പോർഷനും, അതേപോലെ ഇത് സൈഡ് പോർഷൻ. അപ്പം ഇനിയാണെങ്കിൽ ഇനി ഈസിയാണ്, എനിക്ക് തോന്നുന്നു ഇത് തീരും, ഇന്ന് നാളെയും കൊണ്ടത് എന്തായാലും തീർക്കും. അപ്പം ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇതിന് ഈസിയാണ്. ഇനി മേളിലോട്ട് ഇത് കണക്ക് സെയിം സ്റ്റിച്ച് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം നമുക്ക് എത്ര നേരം ലെങ്ത് വേണ്ടുന്നേ നോക്കിയിട്ട് നമ്മളവിടെ നിർത്തും. അങ്ങനെയാണ് ഞാൻ പൊതുവെ എല്ലാ ബാഗും ചെയ്യുന്നത്. അതേപോലെ ഇപ്പം മെയിൻലി ഇപ്പം റെഡ് ബാഗൊക്കെ ചെയ്തില്ലേ ഇച്ചിരി, ആ റെഡ് ചെറിയപ്പോ ബാഗൊക്കെ അതിനൊക്കെ ഞാൻ ആദ്യം ചെയ്തതിന് ശേഷം ഞാൻ ലെങ്ത് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ടേപ്പ് വെച്ച് അളന്ന് വയ്ക്കും. ഇപ്പോൾ ബേസ് ഇത്രയും വേണം, അതേപോലെ തന്നെ ടോപ്പ് എത്ര വേണം, എത്ര സ്റ്റിച്ച് വേണമെന്ന് ഞാൻ അളന്ന് വയ്ക്കും. അതേ കണക്ക് തന്നെയാണ് ഞാൻ ഇതിനും ചെയ്ത് തുടങ്ങുന്നത്. ഞാൻ ബേസ് ഇതേ കണക്ക് അളവെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി മേൽത്തോട്ടും ഇതേ കണക്ക് അളവെടുത്ത് വെക്കണം. അതാണ് ഇനി എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ അതേപോലെ തന്നെ ബാഗിൻ്റെ കുറച്ച് ഷോട്ട് എടുക്കാനുണ്ടായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ഞാൻ അതും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ചെറിയ പോപ്പ് ബാഗ് അറിയാമല്ലോ, എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചിട്ടുള്ളൊരു ബാഗാണിത്. അപ്പം ഈ ഒരു ബാഗിൻ്റെ കുറച്ച് റീൽസിനും ഷോർട്സിനും വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി സ്ട്രെയിറ്റ് നമ്മുടെ ബാഗിലേക്ക് ഇനി കിടക്കുകയാണ്. ചാലഞ്ച് ഉള്ളതല്ലേ, തീർക്കണം. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഇത്രയും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളായിരുന്നു. എത്ര ചെയ്തിട്ട് ഇത് തീരുന്നില്ല. അതാണ് എനിക്കിപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം. കാരണം ഞാൻ വേറെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഞാൻ ഫുള്ളി ഇതിനകത്ത് തന്നെ ഇരിക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഫുള്ളി തീരുന്നുമില്ല. പിന്നെ അന്ന് രാത്രി തന്നെ ഞാനൊരു 2:30 വരെങ്കിലും ഇരുന്നിട്ടുണ്ടായിരിക്കും. അത്രയും നേരം ഇരുന്ന് ചെയ്തിട്ടും അത് തീർന്നില്ല. ഏകദേശം ഇത്രയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കിത് ചെയ്യാൻ നല്ല ടൈം എടുക്കും. നമ്മൾ കാണുമ്പോൾ തോന്നും ലൈക്ക് ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും തോന്നും. പക്ഷെ അല്ല, നല്ലോണം ടൈം എടുക്കും. അതേപോലെ തന്നെ നല്ല രീതിയിൽ യാണും കയറും. നമ്മൾ വിചാരിക്കും കുറച്ച് യാണൊക്കെ അവളും അല്ലല്ലോ കേട്ടോ, ഒരുപാട് യാണ് വേണ്ടി വരും. ഏകദേശം കുറച്ച് റൗണ്ടോടെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇനി അതും കൂടെ ചെയ്യണമായിരുന്നു. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടാണ് ഞാൻ കുറച്ചധികം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിതേ കണക്ക് പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ അയക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇതേപോലെ വീഡിയോസൊക്കെ എടുത്ത് വെക്കാനും അതേപോലെ പാക്കിങ്ങിൻ്റെ വീഡിയോസും ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടായതുകൊണ്ട് തന്നെ ഇതെല്ലാം പാക്കും എല്ലാം ചെയ്ത് പോസ്റ്റ് ഓഫീസിലും കൊണ്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇന്നത്തെ ഓർഡർ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതെല്ലാം കൊണ്ടുപോയി ഞാൻ കൊടുത്തു. സോ ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് ഫുള്ള് ബാഗ് തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി ഹാൻഡിൽസും കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതേപോലെയാണ് സ്റ്റിച്ചിരിക്കുന്നത്. ഇതേപോലെ മെഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അകത്തിടുന്ന എല്ലാം കാണാൻ പറ്റും. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്റ്റിച്ച് കാണാൻ നല്ല സാറ്റിസ്ഫൈങ് ആണ്. പക്ഷേ നല്ല ടൈം എടുക്കും. സോ ഞാനാണെങ്കിൽ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചില്ലായിരുന്നു. എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോകണമായിരുന്നു, പാഴ്സലൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട്. അപ്പം ഇന്നലെ രാത്രി ഒരു 2-2:30 വരെങ്കിലും ഇരുന്നെന്ന് തോന്നുന്നു ഞാൻ ഇത് ചെയ്ത് തീർക്കാൻ. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ചുകൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് തീർന്നിട്ടുണ്ട്. നമ്മുടെ ബാഗിൻ്റെ പോർഷൻ മാത്രം തീർന്നിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഇത്രയും ആണ് ലെങ്തിൻ്റെ ആവശ്യമുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു ലെങ്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പാണ്. ലൈക്ക് എല്ലാം കാണാൻ പറ്റും. നമ്മൾ അതിനകത്തുള്ള എന്താണ് ലൈക്ക് ഒരു മെഷ് രീതിയിലുള്ളതാണ്. അപ്പം ഇതിനകത്തുകൊണ്ട് നമുക്ക് കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ക്ലോത്തിങ്ങോ അങ്ങനെ ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ കസ്റ്റമർ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രാപ്പിൻ്റെ വിഡ്ത്ത്. ഇതേപോലെ ഈ ഒരു ബാഗിന് പൊതുവേ ലൈക്ക് ഒരു റൗണ്ട് ടൈപ്പായിട്ടുള്ള ഒരു സ്ട്രാപ്പായിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ കസ്റ്റമർ ഷെയർ ചെയ്തതിനകത്തും റൗണ്ടഡ് ടൈപ്പായിട്ടുള്ള ഒരു സ്ട്രാപ്പായിരുന്നു. പക്ഷേ കസ്റ്റമർ പറഞ്ഞു അത് വേണ്ട, ഇൻസ്റ്റഡ് ആണെങ്കിൽ ഒരു 1 to 1.5 വിഡ്ത്തുള്ള രീതിയിലുള്ള ഒരു സ്ട്രാപ്പാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പം പക്ഷെ ഞാനാണെങ്കിൽ ഞാനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇതിലേക്കൂടെ ആയിരുന്നു നമ്മൾ സ്ട്രാപ്പും കൂടെ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇനി ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ
ഇതിൽ നിന്ന് തന്നെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് സ്ട്രാപ്പ് ചെയ്തു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ 2 സ്ട്രാപ്പാണ് വേണ്ടുന്നത്, അല്ലാതെ ഒറ്റ സ്ട്രാപ്പിലുള്ളതല്ല, 2 സ്ട്രാപ്പാണ് ഇതിന് വേണ്ടുന്നത്, ഇവിടുന്നും ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും. അപ്പോൾ ഇനി നമുക്ക് സ്ട്രാപ്പോടെ ചെയ്യണം. സ്ട്രാപ്പോടെ ചെയ്ത് കഴിഞ്ഞാൽ ബാഗ് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഡെയ്സി ഫ്ലവർ ജാമും കൂടെ ഉണ്ട്. അപ്പം എന്നത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല, കാരണം വേറെ ഒരു അർജൻറ്റ് ഓർഡർ ഉണ്ട് കൊടുക്കാൻ. അതെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവർ ബൊക്കേറ്റാണ്. സോ ഞാൻ ഇതിൻ്റെ റൗണ്ട്സോ അങ്ങനെയൊന്നും എണ്ണിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കാതാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ബാഗ് വെച്ച് നോക്കും, ഓക്കെ ഈ ഒരു ലെങ്ത് മതി അങ്ങനെ തോന്നുമ്പോൾ ഞാൻ നിർത്തും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ അല്ലാണ്ട് തന്നെ ഇപ്പം തന്നെ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടല്ലേ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേന് അടുത്തൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലെങ്ത് എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ സ്ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മോഡലിലാണ് ചെയ്യുന്നത്. ഈ ഒരു വീതിയാണ് കസ്റ്റമർ വേണമെന്ന് പറഞ്ഞത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മളിനി ചെയ്തു കൊടുക്കുകയാണ്. ഇതിന് പൊതുവെ നമ്മൾ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്ട്രാപ്സാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ബാഗിനൊക്കെ. പക്ഷേ ഇതിപ്പം കസ്റ്റമർ ഇങ്ങനെ സ്പെസിഫിക്കലി പറഞ്ഞതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അതല്ല നിങ്ങൾക്കിപ്പം ഓർഡർ ചെയ്യണമെങ്കിൽ ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ മതി. ഇതേപോലെ റൗണ്ടഡ് ആയിട്ടുള്ള സ്ട്രാപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അപ്പം ഈ ഒരു സ്ട്രാപ്പ് ഇങ്ങനെ ചെയ്ത് ടേൺ ചെയ്യുക. സിംഗിൾ ക്രോഷറ്റാണ് ഈ സ്ട്രാപ്പ് ഫുള്ള്. ഞങ്ങൾക്ക് ടേൺ ചെയ്യുക. ഇത് ചെയ്തിട്ട് ഇവിടെ വരെ എത്തുമ്പോഴത്തേന് നമ്മുടെ ഒരു സ്ട്രാപ്പിൻ്റെ ഒരു വള്ളിയുടെ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഇവിടെ സിംഗിൾ ക്രോഷറ്റ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ബാക്ക് സൈഡിലും ഇതേപോലെ എത്രയാണ് വേണ്ടുന്നതെന്ന് എടുത്തിട്ട് നമ്മൾ സ്ട്രാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് അതും കൂടെ ചെയ്യാം. സോ ഇനി നമുക്ക് സ്ട്രാപ്പൂടെ ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ സ്ട്രാപ്പൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാഗ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ടോട്ടൽ എത്ര അവേഴ്സ് എടുത്തെന്നും കൂടെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഫൈനൽ ഔട്ടും കൂടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഹലോ, ഇപ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ ബാഗ് കിട്ടി 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. ഇത്ര നാൾ ഞാൻ എടുക്കാതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ടൈം കിട്ടിയില്ല. ഞാൻ പിന്നെ അതിൻ്റെ കാര്യമേ വിട്ടുപോയി. അപ്പം ഞാൻ ഇത് എടുത്ത് വെച്ചേക്കുന്നത് ഞാൻ ഈ ഇടയ്ക്കാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ വീഡിയോ ഇട്ടില്ലല്ലോ. അപ്പം ഞാൻ ഇതിന് ഓൾമോസ്റ്റ് ഒരു 50 അവേഴ്സെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും ബാഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ 48 അവേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് ഒരുപാട് അഴിച്ചുപണി ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ വെച്ചിട്ട്. പിന്നെ പെട്ടെന്ന് അത് ചെയ്ത് കൊടുക്കേണ്ടി ടാസ്ക് ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാം ചെയ്യുന്ന മണ്ടത്തരമായി പോവും, ചിലതൊക്കെ തെറ്റി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കറക്റ്റ് ടൈമിന് തന്നെ കൊടുക്കാൻ പറ്റി, അതിലാണ് കാര്യം. പക്ഷേ 48 അവേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം മനസ്സിലായല്ലോ, ലൈക്ക് ബാഗൊക്കെ 48 അവേഴ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് നമ്മളിപ്പം എനിക്ക് കുറച്ച് സ്പീഡുണ്ട്, നല്ല കണക്ക് സ്പീഡിലാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊരു 50 അവേഴ്സ് 52 53 ആ ഒരു അവേഴ്സ് കൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റും. പക്ഷേ ചില ആൾക്കാർക്കൊക്കെ നല്ല ടൈം എടുക്കും. അത് ഓരോ ആൾക്കാരുടെ അനുസരിച്ചിട്ടാണ് ടൈമിൻ്റെ കാര്യം നമ്മൾ നോക്കുന്നത്. പിന്നെ ഈ ഒരു ബാഗ് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിത്ര എടുത്തത്. അല്ലെങ്കിൽ ഞാനൊരു കുറച്ച് നേരത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് 48 അവേഴ്സ് മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നുള്ളൊരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2K സബ്സ്ക്രൈബറായി. അപ്പം ഇത്ര നാൾ സപ്പോർട്ട് ചെയ്തവർക്കും അതേ കണക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കീപ് സപ്പോർട്ടിങ്. പിന്നെ ഒരുപാട് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗീവ് അവേ വേണമെന്ന്. അപ്പം എന്തായാലും ഞാനൊരു 5K സബ്സ്ക്രൈബർ എത്തുമ്പോൾ എന്തായാലും ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്ന് വഴി ഞാൻ പറയുന്നതായിരിക്കും. അതേ കണക്ക് തന്നെ ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്. പക്ഷേ എന്തായാലും ഷോർട്സ് മാത്രമേ നടക്കത്തുള്ളൂ. വീഡിയോസൊക്കെ എനിക്ക് വീക്ക്ലി ഒക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എനിക്കറിയത്തില്ല എത്രമാത്രം വർക്കൗട്ട് ആവുമെന്ന്. കാരണം എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ സമയം കിട്ടുന്നില്ല, അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. പക്ഷെ ഐ വിൽ ട്രൈ മൈ മാക്സിമം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.